കൃപാസനം അമ്മയുടെ സന്നിധിയിൽ നാം ആയിരിക്കുകയാണ്. ജീവനോടെയും ആരോഗ്യത്തോടെയും നമ്മെ കാത്തുപരിപാലിക്കുന്ന ദൈവത്തിൻ്റെ വലിയ നാമത്തിന് മഹത്വമുണ്ടാകട്ടെ. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും ഈ പ്രാർത്ഥനയിലേക്ക് സ്നേഹം നിറഞ്ഞ വന്ദനം. നമ്മുടെ അനുദിന ജീവിതത്തിലേക്ക് ഒന്ന് കണ്ണോടിച്ചാൽ എല്ലാവരുടെയും ഉള്ളിൽ പറയപ്പെടാത്ത എന്തെങ്കിലും തകർച്ചകളോ സങ്കടങ്ങളോ ഉണ്ടാകാം. പുറമേ ചിരിക്കുമ്പോഴും ഉള്ളിൽ കരയുന്നവർ നമ്മുടെ ഇടയിലുണ്ട്. ചിലർക്ക് അത് വൻ സാമ്പത്തിക തകർച്ചയാകാം, ചിലർക്ക് കുടുംബത്തിലെ അശാന്തിയാകാം, മറ്റു ചിലർക്ക് പ്രിയപ്പെട്ടവരുടെ വേർപാടോ രോഗങ്ങളോ പ്രതീക്ഷിച്ച ജോലി ലഭിക്കാത്തതോ ആകാം. എന്തുകൊണ്ടാണ് എനിക്കിത്രമാത്രം ഇങ്ങനെ സംഭവിക്കുന്നത്? എൻ്റെ ജീവിതത്തിൽ ഇനി ഒരു തിരിച്ചുവരവുണ്ടാകുമോ എന്ന് നമ്മൾ നിരാശയോടെ ചിന്തിക്കുന്ന നിമിഷങ്ങളുണ്ടാകാം. എന്നാൽ ഈ സമയത്ത് അവിടുന്ന് നമ്മോട് പറയുന്നു, നിന്റെ തകർച്ചകൾ അവസാനമല്ല, അതിലൂടെ ദൈവം നിനക്കായി ഒരു പുതിയ വാതിൽ തുറക്കുകയാണ് എന്നാണ്. വേദപുസ്തകത്തിൽ അപ്പോസ്തലനായ പൗലോസ് റോമാക്കാർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം 28-ാം വാക്യത്തിൽ ഇപ്രകാരം കുറിച്ചിരിക്കുന്നു: ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് അവൻ്റെ നിർണയത്താൽ വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി വ്യാപരിപ്പിക്കുന്നുവെന്ന്. ശ്രദ്ധിക്കുക, ഇവിടെ ദൈവം ചില കാര്യങ്ങൾ പറയുന്നത് സകലവും എന്നാണ്. നമ്മൾ നേരിട്ട നഷ്ടങ്ങൾ, നമ്മെ വേദനിപ്പിച്ച അനുഭവങ്ങൾ, മറ്റുള്ളവർ നമ്മോട് ചെയ്ത അനീതികൾ, എന്തിനേറെ നമ്മുടെ സ്വന്തം വീഴ്ചകൾ പോലും ദൈവത്തിൻ്റെ കൈകളിൽ സമർപ്പിച്ചാൽ അവിടുന്ന് അതിനെ ഒരു വലിയ നന്മയാക്കി മാറ്റിത്തരും. ജോസഫിൻ്റെ ജീവിത മാതൃക വേദപുസ്തകത്തിൽ ഇതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ്. യോസഫിൻ്റെ ജീവിതം, സ്വപ്നവും തകർച്ചയും. ദൈവം യോസഫിനെ ഭാവിയിൽ വലിയവനാക്കുമെന്ന സ്വപ്നങ്ങൾ കാണിച്ചു കൊടുത്തു. എന്നാൽ അതിനുശേഷം അവൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത് എന്താണ്? അനുഗ്രഹങ്ങൾക്ക് പകരം വലിയ ദുരന്തങ്ങളാണ് അവൻ നേരിട്ടത്. സഹോദരന്മാരുടെ ചതി. സ്വന്തം രക്തത്തിൽ പിറന്ന സഹോദരന്മാർ അവനെ അസൂയയോടെ നോക്കി. അവനെ കൊല്ലാൻ പദ്ധതിയിട്ടു. ഒടുവിൽ ഒരു വരണ്ട കുഴിയിൽ തള്ളിയിട്ടു. അതിനുശേഷം വ്യാപാരികൾക്ക് അടിമയായി വിറ്റു. വ്യാജ ആരോപണങ്ങളും തടവറയും. ഈജിപ്തിലെ പൊത്തീഫറിൻ്റെ വീട്ടിൽ അവൻ വിശ്വസ്തയോടെ വേല ചെയ്തപ്പോഴും ചെയ്യാത്ത തെറ്റിൻ്റെ പേരിൽ അവൻ വീണ്ടും തടവറയിലാക്കപ്പെട്ടു. മറക്കപ്പെട്ട അവസ്ഥ. തടവറയിൽ വെച്ച് അവൻ സഹായിച്ച പാനപാത്ര വാഹകൻ പോലും പുറത്തിറങ്ങിയപ്പോൾ യോസഫിനെ പൂർണ്ണമായും മറന്നുപോയി. വർഷങ്ങളോളം അവൻ ആ ഇരുട്ടറയിൽ കഴിഞ്ഞു. മറ്റാരെങ്കിലും ആയിരുന്നുവെങ്കിൽ ദൈവത്തെ തള്ളിപ്പറഞ്ഞ് നിരാശയിൽ വീണു പോകുമായിരുന്നു. എന്നാൽ യോസഫ് ദൈവത്തിലുള്ള പ്രത്യാശ കൈവിട്ടില്ല. വർഷങ്ങൾക്ക് ശേഷം ഈജിപ്തിലെ സർവാധികാരിയായി മാറിയ യോസഫിൻ്റെ മുൻപിൽ ഭക്ഷണത്തിനായി കൈകൂപ്പി നിൽക്കുന്ന സഹോദരന്മാരെ നമ്മൾ കാണുന്നു. അവരെ കണ്ടപ്പോൾ പ്രതികാരം ചെയ്യാനല്ല യോസഫ് മുതിർന്നത്, മറിച്ച് ഉൽപ്പത്തി 50:20 അവൻ അവരോട് പറഞ്ഞ വാക്ക് ലോക ചരിത്രത്തിലെ തന്നെ ഏറ്റവും മനോഹരമായ വാഗ്ദാനങ്ങളിൽ ഒന്നാണ്. നിങ്ങൾ എൻ്റെ നേരെ ദോഷം കരുതി, എന്നാൽ ദൈവമോ ഇന്നുള്ളതുപോലെ പല ജനത്തിൻ്റെയും ജീവനെ രക്ഷിക്കേണ്ടതിന് അതിനെ നന്മയ്ക്കായി കരുതി എന്നാണ്. പ്രിയപ്പെട്ടവരെ, മനുഷ്യർ നിങ്ങളുടെ നേരെ ദോഷം കരുതിയാലും നിങ്ങളെ തടവറയിലാക്കിയാലും ദൈവത്തിൻ്റെ പദ്ധതിയെ തടയുവാൻ ആർക്കും സാധിക്കില്ല. നിങ്ങളിരിക്കുന്ന കുഴികളെ ദൈവം നിങ്ങൾക്കായുള്ള നിധിശേഖരണങ്ങളാക്കി മാറ്റും. കുശവൻ്റെ കളിമണ്ണും പുനർനിർമ്മാണവും. പ്രവാചകനായ ജെറമ്യായുടെ പുസ്തകം 18-ാം അധ്യായത്തിൽ ദൈവം ജെറമ്യായോട് കുശവൻ്റെ വീട്ടിലേക്ക് പോകുവാൻ ആവശ്യപ്പെടുന്നു. പ്രവാചകൻ അവിടെ ചെന്നപ്പോൾ എന്താണ് കണ്ടത്? കുശവൻ കളിമണ്ണ് കൊണ്ട് ഒരു പാത്രം നിർമ്മിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു.
എന്നാൽ കുശവന്റെ കയ്യിലിരുന്ന ആ പാത്രം കേടായിപ്പോയി. അപ്പോൾ കുശവൻ എന്താണ് ചെയ്തത്? ആ കളിമണ്ണ് ദേഷ്യത്തോടെ നിലത്തെറിഞ്ഞ് ഉടച്ചു കളഞ്ഞു? ഇല്ല. വേദപുസ്തകം പറയുന്നു, അവൻ അതിനെ തനിക്ക് ഇഷ്ടം തോന്നിയതുപോലെ മറ്റൊരു പാത്രമാക്കി നിർമ്മിച്ചു എന്ന്. നമ്മുടെ ജീവിതവും ഇതുപോലെയാണ്. ചില സാഹചര്യങ്ങൾ കൊണ്ടോ മറ്റുള്ളവരുടെ പ്രവൃത്തികൾ കൊണ്ടോ അല്ലെങ്കിൽ നമ്മുടെ സ്വന്തം തെറ്റായ തീരുമാനങ്ങൾ കൊണ്ടോ നമ്മുടെ ജീവിതം തകർന്നു പോയതായി തോന്നാം. എന്നാൽ ഓർക്കുക, നിങ്ങളിപ്പോഴും കുശവന്റെ, അതായത് ദൈവത്തിൻ്റെ കൈകളിലാണ്. ദൈവം നിങ്ങളെ ഒരിക്കലും വലിച്ചെറിഞ്ഞു കളയുകയില്ല. നിങ്ങളുടെ തകർന്ന അവസ്ഥയിൽ നിന്ന് കൂടുതൽ മനോഹരമായ മറ്റൊരു പാത്രമായി അവിടുന്ന് നിങ്ങളെ മാറ്റും. പ്രവാചകനായ യെശയ്യാ 61:3 വാഗ്ദാനം ചെയ്യുന്നത് പോലെ, ചാരത്തിനു പകരം പൂമാലയും ദുഃഖത്തിനു പകരം ആനന്ദ തൈലവും വിഷാദമുള്ള മനസ്സിന് പകരം സ്തുതിയെന്ന വസ്ത്രവും അവിടുന്ന് നൽകും. നമ്മുടെ ജീവിതത്തിൽ ഇപ്പോൾ ശേഷിക്കുന്നത് വെറും ചാരം മാത്രമാണെന്ന് തോന്നുന്നുണ്ടോ? ആ ചാരത്തിൽ നിന്ന് അവിടുന്ന് ഒരു മനോഹരമായ പൂമാല തീർക്കും. നമുക്കെല്ലാവർക്കും കണ്ണുകളടച്ച് ശാന്തമായ അന്തരീക്ഷത്തിലിരുന്ന് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ പിതാവേ, അവിടുത്തെ പരിശുദ്ധമായ സന്നിധിയിലേക്ക് ഞങ്ങൾ അടുത്തു വരുന്നു. ഈ സമയത്ത് ഞങ്ങളുടെ ഉള്ളിലെ എല്ലാ ഭാരങ്ങളെയും അവിടുത്തെ തൃക്കരങ്ങളിൽ സമർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, യോസഫ് തടവറയിൽ അനുഭവിച്ചതുപോലെയുള്ള ഒറ്റപ്പെടലും നിരാശയും പേറുന്ന ഒരുപാട് മക്കൾ ഇന്ന് ഇവിടെയുണ്ട്. അടഞ്ഞുപോയ വാതിലുകളെ ഓർത്ത്, നഷ്ടപ്പെട്ടു പോയ അവസരങ്ങളെ ഓർത്ത്, തകർന്നുപോയ ബന്ധങ്ങളെ ഓർത്ത് കരയുന്ന ഓരോരുത്തരെയും ഈ നിമിഷം ഈ പ്രാർത്ഥനയിലൂടെ അവിടുന്ന് തൊടയണമേ. പരിശുദ്ധ മാതാവേ, ചാരത്തിനു പകരം പൂമാല നൽകുന്ന ദൈവമാണ് അവിടുന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. അവിടുന്ന് ഞങ്ങളോടൊപ്പമുണ്ട് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിലെ തകർന്ന ഭാഗങ്ങളെ അവിടുത്തെ തിരുക്കരങ്ങളിൽ ഞങ്ങൾ തരുന്നു. കുശവന്റെ കയ്യിലെ കളിമണ്ണ് പോലെ ഞങ്ങളെ വീണ്ടും അവിടുത്തേക്ക് ഇഷ്ടമുള്ള മനോഹരമായ പാത്രമാക്കി മാറ്റണമേ. മനുഷ്യർ ഞങ്ങൾക്ക് വിരോധമായി കരുതിയ ദോഷങ്ങളെ നന്മയാക്കി മാറ്റുന്ന ദൈവിക അത്ഭുതം ഞങ്ങളുടെ ജീവിതത്തിൽ നടക്കട്ടെ. രോഗമുള്ളവർക്ക് വിടുതൽ നൽകണമേ. സാമ്പത്തിക പ്രതിസന്ധിയിലുള്ളവർക്ക് പുതിയ വഴികൾ തുറന്നു നൽകണമേ. മനസ്സിൽ സമാധാനമില്ലാത്തവർക്ക് അവിടുത്തെ സ്വർഗീയ സമാധാനം നൽകണമേ. ഞങ്ങളുടെ തകർച്ചകൾ അവസാനമല്ല, മറിച്ച് ഒരു പുതിയ തുടക്കമാണ് എന്ന വലിയ പ്രത്യാശയോടെ ഞങ്ങളെ തന്നെ പരിശുദ്ധ അമ്മ വഴി അവിടുത്തെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ വല്ലഭമുള്ള നാമത്തിൽ തന്നെ പ്രാർത്ഥിക്കുന്നു. പ്രിയ ദൈവജനമേ, ഇന്ന് നിങ്ങൾ ഇവിടെ നിന്ന് മടങ്ങുമ്പോൾ, ഈ പ്രാർത്ഥന കഴിയുമ്പോൾ ഈ ഒരു സത്യം ഉള്ളിൽ ഓർക്കുക. ദൈവത്തിൻ്റെ കരങ്ങളിൽ നിങ്ങളുടെ ഒരു കണ്ണുനീരും തകർച്ചയും പാഴായി പോകില്ല. കാരണം നാം ഓരോരുത്തരും കൃപാസനം അമ്മയുടെ, പരിശുദ്ധ അമ്മയുടെ നാമത്തിലാണ്, മധ്യസ്ഥതയിലാണ് പ്രാർത്ഥിക്കുന്നത്. അമ്മ നമുക്കായി മാധ്യസ്ഥം വഹിക്കും. നിങ്ങൾ കടന്നു പോകുന്ന എല്ലാ കഷ്ടതകൾക്കും അപ്പുറത്ത് ദൈവം ഒരു വലിയ വിജയം ഒരുക്കി വെച്ചിട്ടുണ്ട്. പ്രത്യാശയോടെ മുന്നോട്ട് പോകുക. അവൻ സകലവും അതതിൻ്റെ സമയത്ത് മനോഹരമായി ചെയ്യും. ദൈവത്തിൻ്റെ സമാധാനവും അനുഗ്രഹവും നിങ്ങളുടെയും നിങ്ങളുടെ കുടുംബങ്ങളുടെയും മേൽ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. കൃപാസനം അമ്മ ഞങ്ങൾക്കും ലോകം മുഴുവന് വേണ്ടിയും പ്രാർത്ഥിക്കണമേ. അമ്മയുടെ നീല അങ്കി കൊണ്ട് ഞങ്ങളെ പൊതിയണമേ. ഞങ്ങളെ ഓരോരുത്തരെയും അങ്ങേ പുത്രൻ്റെ പക്കൽ സുരക്ഷിതരായി എന്നും സൂക്ഷിക്കണമേ. ആമേൻ. പ്രിയമുള്ളവരെ, ഈ പ്രാർത്ഥന നിങ്ങൾക്ക് ഒരനുഗ്രഹമായിട്ടുണ്ടെങ്കിൽ പ്രാർത്ഥന ആവശ്യമുള്ള മറ്റൊരാൾക്ക് കൂടി ഈ വീഡിയോ ഷെയർ ചെയ്തു കൊടുക്കുക. പരിശുദ്ധ അമ്മയുടെ പ്രാർത്ഥനകൾ നിങ്ങളുടെ കരങ്ങളിൽ വീണ്ടും എത്തുവാനായി നാളെയും ഇതേ സമയത്ത് തന്നെ പ്രാർത്ഥനയിൽ പങ്കുചേരുവാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ആമേൻ. എല്ലാവർക്കും നന്ദി.